ഇരുളും വെളിച്ചവും നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് കാഞ്ഞിരപ്പുഴ ഡാമാണ് കേട്ടോ. രാത്രിയാണ്. പലരും നമ്മളോടും ചോദിക്കുന്നുണ്ടായിരുന്നു, എന്തേ നിങ്ങളുടെ പ്രതികരണം കണ്ടില്ല. അതിലൊന്ന് പ്രതികരിക്കാമെന്ന് തന്നെയാണ് ഞാനും കരുതുന്നത് കേട്ടോ. അതായത് ഇതൊട്ടും ആശാസ്യമായ ഒരു പരിപാടിയല്ല. കാരണം സോഷ്യൽ മീഡിയയിൽ വൈറലാകുക എന്ന ഉദ്ദേശത്തോടു കൂടി ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനാവും അത് കൃത്യമായി ട്രാപ്പാണ്. അതിൽ പറയുന്ന പുരുഷൻ ഒരു എന്താ പറയുക, സ്ത്രീയെ ശല്യം ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുകയില്ല. ആ തരത്തിലാണ് ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരാൾ. അയാളെ അങ്ങോട്ട് കയറി ചൊറിയുന്ന തരത്തിൽ ഒരു പെൺകുട്ടി ഈ തരത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എത്രമാത്രം വൾഗറായ പരിപാടിയാണെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് എതിരായി പ്രതികരിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാനും ഈ ഒരു വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. ഈ നിയമ സംവിധാനങ്ങളെല്ലാം തന്നെ സ്ത്രീപക്ഷത്ത് നിൽക്കുന്ന തരത്തിലാണ് കാര്യങ്ങൾ. ഈ തരത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഇതിലും വലുത് സംഭവിക്കുമെന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുന്നു. ഓരോ ദിനങ്ങളിലും സംഭവിക്കുന്ന ഇത്തരം കാര്യങ്ങൾ മനുഷ്യരെ ഇരുത്തി ചിന്തിപ്പിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇരുളും വെളിച്ചവും കലർന്നതുപോലെ തന്നെ മനുഷ്യ മനസ്സുകളും. പെണ്ണൊരുമ്പെട്ടാൽ ബ്രഹ്മനും തടുക്കാനാകില്ലത്രേ, അതല്ലേ ആപ്തവാക്യം. അപ്പോൾ ആ തരത്തിൽ ഒരു പെണ്ണ് ഒരു മൊബൈൽ ഫോണുമായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അന്നവൾ മനഃപൂർവ്വം തന്നെ ഇറങ്ങിയതാവും ആ ബസ്സിനകത്ത് ഇതേപോലെ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അല്ലേ. വൈറലാകാൻ കണ്ടെത്തിയ മാർഗം എന്തായാലും അടിപൊളിയായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അതായത് ഇപ്പോൾ ഈ ഒരു വീഡിയോ കയറി ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടത് വഴി അവർക്ക് കിട്ടുന്ന റീച്ചിന് വേണ്ടി തന്നെയാണ് അത് സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ അതിന് ഉപോത്ബലകമായിട്ട് നമുക്ക് കരുതാവുന്ന കാര്യം, അവർ ഇത് ന്യായീകരിച്ചുകൊണ്ട് വീണ്ടും വീഡിയോ ഇട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുവഴിയും കുറച്ച് റീച്ച് കിട്ടട്ടെ, അല്ലെങ്കിൽ ആ തരത്തിലേക്ക് കാര്യങ്ങൾ വരട്ടെ എന്നുള്ളത് തന്നെയായിരിക്കാം ഉദ്ദേശം. പണ്ടൊരു വക്കീല് ഇതേപോലെ നമ്മുടെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ കരണത്തടിച്ചിട്ടും ഞാൻ എന്തോ പുള്ളിയുടെ പേര് സോഷ്യൽ മീഡിയയിൽ വൈറലാക്കാൻ വേണ്ടി അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. പേര് ഞാൻ ഓർക്കുന്നില്ല, എന്നാൽ ഇന്ന് അയാളെ കാണാനേ ഇല്ല. അപ്പോൾ അത്തരത്തിൽ ഉള്ള ചില വൈറൽ ഓളികൾ ഈ സമൂഹത്തിന് വരുത്തി വെക്കുന്ന വിപത്തെന്ന് പറയുന്നത് വല്ലാത്ത ഒരു കാലത്തിൻ്റെ വല്ലാത്ത പോക്കാണ് നമ്മളെ ഒക്കെ ഓർമ്മിപ്പിക്കുന്നത്. കോഴിക്കോടുള്ള ഒരു ദീപക്കാണ് ഇന്ന് ഇരയെങ്കിൽ നാളെ ആര്?